ഹലോ ഹായ് എല്ലാവർക്കും സുമീസ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു കസ്റ്റമൈസ്ഡ് ബാംഗിൾ സെറ്റാണ് കേട്ടോ. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടല്ലോ. ഇതിന് നമുക്ക് ഒരുപാട് സാധനങ്ങൾ ആവശ്യമില്ല. നമുക്ക് ബാംഗിളിൻ്റെ ഫ്രെയിം ഇത് നമുക്ക് ഓൺലൈനായിട്ടും അല്ലാതെയും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. പിന്നെ അതിൻ്റെ സിൽക്ക് ത്രെഡാണ് കേട്ടോ. സിൽക്ക് ത്രെഡ് ഉപയോഗിച്ചാണ് അത് കവർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കനത്തിൽ കുറച്ച് ലെങ്തായിട്ട് നമ്മുടെ ഈ ത്രെഡ് ഇങ്ങനെ ചുറ്റി വയ്ക്കുക. നമ്മൾ നീളത്തിന് ഇങ്ങനെ കുറച്ച് ഇതായിട്ട് കട്ട് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ഫാബ്രിക് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതുപോലെ നമ്മൾ ബാക്ക് സൈഡിലൊന്ന് നമ്മുടെ ഹാൻഡ് വെച്ച് ഒന്ന് പ്രസ് ചെയ്തിട്ട് അത് ഇതുപോലെ ഇളകിപ്പോകും. അപ്പോൾ ഇളകിപ്പോകാതെ ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഇതുപോലെ ഈ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാപ്പ് വരാത്ത രീതിയിൽ, കാരണം നമ്മൾ എടുക്കുന്ന നൂലിന് ഇത്രയും ഒരു തിക്നെസ് ഉണ്ടാവണം കേട്ടോ. നമ്മൾ ആ മടക്കി എടുക്കുമ്പോൾ ആ ലെങ്ത്, അപ്പോൾ നമ്മൾ അതിങ്ങനെ കവർ ചെയ്തെടുക്കുമ്പോൾ ഒരു ഗ്യാപ്പ് വരാതെ നല്ല ഭംഗിക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് വരും. ഇപ്പോൾ കുറച്ച് അതിൻ്റെ തിക്നെസ് കുറയുമ്പോൾ പിന്നെ കുറേ സമയം എടുത്ത് കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എടുക്കുമ്പോൾ അത്യാവശ്യം തിക്നെസ്സിൽ നമ്മൾ അതിനെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ചുറ്റുമ്പോൾ ഇതുപോലെ നല്ലൊരു ഫിനിഷിങ്ങിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഒട്ടും ഗ്യാപ്പ് വരില്ല. നന്നായിട്ട് തന്നെ നമ്മൾ അതിൽ പ്രസ് ചെയ്തിട്ട് നന്നായിട്ട് ചെയ്തെടുക്കുക. ഇനി അവസാനം നമ്മളത് ചെയ്ത് നിർത്തുമ്പോഴും കൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. കാരണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അത് അവസാനിപ്പിക്കുമ്പോഴും എൻഡ് ചെയ്യിക്കുമ്പോഴാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. ഇതുപോലെ ബാലൻസ് വരും. ഇതിനെ ഒന്ന് ജസ്റ്റ് ഒരു ലാസ്റ്റ് ലെയർ ഇതുപോലെ വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്, ഒന്ന് കട്ട് ചെയ്യുക. അതിന് ഒന്ന് കട്ട് ചെയ്തിട്ട് ആ ഗ്യാപ്പിൽ ഗ്ലൂ അപ്ലൈ ചെയ്യുക. എന്നിട്ട് അതിന് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യുക. ഇതുപോലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് അങ്ങ് വിട്ടുകൊടുത്താൽ മതി. ഇത് ഇളകത്തില്ല കേട്ടോ, നല്ല കറക്റ്റായിട്ട് തന്നെ ഇരിക്കും. ഇനി ഞാൻ ബാംഗിൾ ചെയ്യാനായിട്ട് ഇവിടെ മാറ്റ് കുന്തനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലാണ് ചെയ്യുന്നത്. നമ്മൾ ഫ്ലവർ വയ്ക്കുമ്പോൾ 6ഉം വയ്ക്കാം 5ഉം വയ്ക്കാം. ഞാനിവിടെ 5 പെറ്റൽസാണ് എടുക്കുന്നത്. 5 പെറ്റൽസ് നമ്മുടെ ഇഷ്ടത്തിന് നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യാതെ നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പിൽ അപ്ലൈ ചെയ്തിട്ട് ചെയ്യുക. ഗ്ലൂ അപ്ലൈ ചെയ്ത് ചെയ്യുക. അതാണ് കുറച്ചുകൂടെ നല്ലത്. എന്നാൽ മാത്രമേ, അല്ല എങ്കിൽ ചിലപ്പോൾ അത് ഇളകിപ്പോകും. പെട്ടെന്ന് അത് ഡ്രൈ ആവുന്നു. ത്രെഡിലൊക്കെ ആകുമ്പോൾ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നത് കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇളകിപ്പോകും. അതുകൊണ്ടാണ് ഇതുപോലെ 5 പെറ്റൽസ് വെച്ച് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ ചെയ്തു. അതിനുശേഷം സെറാമിക്കിൻ്റെ ഒരു ചെറിയ 2 കുന്തൻ ബീഡ്സ് ഞാൻ വീണ്ടും കൊടുത്തു. അതിനുശേഷം ഇതേ മെത്തേഡ് കണ്ടിന്യൂസ് ആയിട്ട് വീണ്ടും ഒരു 5 സെറാമിക്കിൻ്റെ 5 മാറ്റ് കുന്തൻ, ഒരു ലീഫിൻ്റെ, ഇത് ഡ്രോപ്പ് കുന്തനാണ് കേട്ടോ. ഡ്രോപ്പ് ഷേപ്പിലിരിക്കുന്നതുകൊണ്ട് നമ്മൾ മഴത്തുള്ളിയുടെ ഒരു ഷേപ്പില്ലേ, അതുകൊണ്ടാണ് ഇതിനെ ഡ്രോപ്പ് കുന്തൻ എന്ന് പറയുന്നത്. ഈ ഡ്രോപ്പ് കുന്തൻ വെച്ചിട്ട് 5 എണ്ണം. ഇത് പലതുണ്ട്. ഐ സ്റ്റോൺ ഉണ്ട്, ഐയിൽ തന്നെ മാറ്റ് കുന്തനുണ്ട്, പല ഇതുണ്ട്. നമ്മളുടെ ഇഷ്ടത്തിനുള്ളത് നമുക്ക് എടുക്കാം. അപ്പോൾ ഇതേ കളർ തന്നെ വേണമെന്നില്ല. കളർ എടുക്കുമ്പോൾ അതിൻ്റെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിനൊരു യോജിക്കുന്ന കളറായാലും മതി കേട്ടോ. നമ്മുടെ ത്രെഡ്, സിൽക്ക് ത്രെഡ് അല്ലെങ്കിൽ ഗോൾഡ് എല്ലാത്തിനും ചേരും. നമുക്ക് ഏതിനും കറക്റ്റായിട്ട് ചേരുന്നതാണ് ഗോൾഡ്. അപ്പോൾ 5 എണ്ണം വെച്ചു. വീണ്ടും 2 എണ്ണം, 2 സെറാമിക്കിൻ്റെ കുന്തൻ സ്റ്റോണ്. അത് സെറാമിക് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു അട്രാക്റ്റീവാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്തു പോയാൽ മതി കേട്ടോ. അപ്പോൾ ഓരോന്ന് അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഗ്ലൂ അപ്ലൈ ചെയ്യുക കേട്ടോ. അതാണ് നല്ലത്. അപ്പോൾ ഇതിങ്ങനെ ഇളകി പോകാതെ കറക്റ്റ് നല്ല ഫിനിഷിങ്ങോടുകൂടി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. വളരെ എളുപ്പമാണ് കേട്ടോ. കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ ഓരോ സെറ്റ് വാങ്ങിക്കാൻ നല്ല റേറ്റാണ്. നമുക്ക് സ്വന്തമായിട്ട് ചെയ്തെടുക്കാൻ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ കുറച്ച് സമയം എടുക്കും ഇത് കാരണം നിങ്ങൾക്കറിയാമല്ലോ, ഇതിങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് നമ്മൾ ചെയ്തെടുക്കുമ്പോൾ കുറച്ച് സമയം എടുക്കും, അത്രയേ ഉള്ളൂ. പക്ഷേ വളരെ എളുപ്പമാണ്. വളരെ നമ്മൾ ചിലപ്പം ചെയ്ത് വരുമ്പോൾ എന്താ പറയുക, നമ്മൾ അത്ര ഭംഗിയൊന്നും തോന്നുന്നില്ല. പക്ഷേ അത് ഫിനിഷ് ചെയ്ത് അത്രയും ലാസ്റ്റ് കംപ്ലീറ്റ് എല്ലാം ചെയ്ത് വരുമ്പോൾ അതൊരു പ്രത്യേക ഭംഗിയാണ്. ഈ ഒരു കുന്തൻ സ്റ്റോണിന് ഒരു പ്രത്യേക ഭംഗിയുണ്ട്. അപ്പോൾ ഞാൻ ബാക്കി അതങ്ങ് ഫിനിഷ് ചെയ്ത് കേട്ടോ. അപ്പോൾ ഇത് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ ശരിക്കും. അപ്പോൾ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ചെയ്യാമല്ലോ. അപ്പോൾ ഈ അവസാനം നമ്മൾ ഇതുപോലെ ചെയ്ത് വരുമ്പോൾ ചെറിയൊരു ഗ്യാപ്പൊക്കെ വരുമ്പോൾ നമുക്ക് അവിടെ അടുത്തൊരു ഫ്ലവർ, നമ്മളൊരു ഓർഡറിലാണ് വയ്ക്കുന്നത്, ഒരു ഫ്ലവർ അടുത്ത് കഴിഞ്ഞിട്ട് ഒരു 2 സെറാമിക് ബീഡ്സ്. അപ്പോൾ ഈ ഗ്യാപ്പ് വരുമ്പോൾ നമുക്ക് ചിലപ്പം ഒരു ഫ്ലവർ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. എങ്കിൽ ആ ഫ്ലവർ വെച്ചിട്ട് സെറാമിക് ബീഡ് വെക്കാൻ പറ്റിയില്ലെങ്കിൽ അതങ്ങ് അവോയ്ഡ് ചെയ്യുക. ചിലപ്പോൾ നമ്മളത് ഞെരുക്കി അതല്ലെങ്കിൽ ടൈറ്റാക്കി അവിടെ വെക്കാൻ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ ഇളകിപ്പോകും. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിച്ച് വേണം അവസാനം വരുമ്പോൾ ഒന്ന് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ വെച്ച കുന്തൻ സ്റ്റോൺസിനെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് പരസ്പരം ടൈറ്റ് ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഗ്യാപ്പ് കിട്ടും. അപ്പോൾ ഇതുപോലെ ഒന്ന് ശ്രദ്ധിച്ച് വേണം അവിടെ ഒന്ന് അവസാനമൊക്കെ എന്ത് ചെയ്യാൻ, ഡെക്കറേറ്റ് ചെയ്യാൻ. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാലും എന്ത് ചെയ്യുക, ഓരോ പ്രാവശ്യം ഇങ്ങനെ ചെയ്യുമ്പോഴും എന്ത് ചെയ്യുക, ഒന്ന് പ്രസ് ചെയ്തൊക്കെ കൊടുക്കണം. പിന്നെ ഈ ഫ്ലവർ ഞാൻ ചെയ്തല്ലോ, ഈ ഫ്ലവറിൻ്റെ സൈഡിൽ ഞാൻ വെച്ചത് സെയിം അതേ സെറാമിക്കിൻ്റെ ബീഡ്സ് തന്നെയാണ് ഈ ഫ്ലവറിൻ്റെ സെൻറ്ററിലും കൂടെ കൊടുക്കുന്നത്. അല്ലെങ്കിൽ സെൻറ്ററിൽ സ്റ്റോൺ കൊടുക്കാം കേട്ടോ. സ്റ്റോൺ കൊടുത്താലും
പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുത്ത് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ആ സെറാമിക് ബീഡ്സ് തന്നെ ആ സെൻറ്ററിൽ കൊടുത്തു. അപ്പോൾ അത് കുറച്ചുകൂടെ ഒരു ഭംഗിയായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ ഇനി ഇത് കൊടുത്തിട്ട് കംപ്ലീറ്റ് ആ ഒരു ഫ്ലവർ, ആ ഒരു ബാംഗിൾസ് കംപ്ലീറ്റ് ആയിട്ട് അതങ്ങ് ഞാൻ ചെയ്തു. നോക്കി, ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കണം, മറക്കരുത്. നമ്മളത് ജസ്റ്റ് നന്നായി പ്രസ് ചെയ്താൽ മാത്രമേ അതവിടെ കറക്റ്റായിട്ട് ഇരിക്കുകയുള്ളൂ. കാരണം ഇത് ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർക്ക് ആ ഒരു കളർ കോൺട്രാസ്റ്റ് ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. അപ്പോൾ നമുക്കും ഇത് പല കളറിൽ നമുക്ക് ചെയ്തെടുക്കാൻ കേട്ടോ, അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. ഇത് കുന്തൻ സ്റ്റോണൊക്കെ നമുക്ക് ഗ്രാം കണക്കിന് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത് ഞാൻ സെൻറ്ററിലേക്ക് ഒരു ബാംഗിൾ ഞാൻ 2 എണ്ണം ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ അവർക്ക് 1 മതിയെന്ന് പറഞ്ഞു. അത് സ്ക്വയർ മാറ്റ് കുന്തനാണ് എടുത്തിരിക്കുന്നത്. സെറാമിക്കിൻ്റെ സ്ക്വയറാണ് എടുത്തിരിക്കുന്നത്, സെറാമിക്കിൻ്റെ റൗണ്ടും. അപ്പോൾ ഈ 2 കോമ്പിനേഷനിലാണ് അടുത്തത് ചെയ്യുന്നത്. അത് ഞാൻ ഒരു 4 5 നമ്മുടെ ഇഷ്ടത്തിന് കുഞ്ഞ് ചെറിയ ബീഡ്സ് കുന്തൻ സ്റ്റോൺ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു 4 5 അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം കേട്ടോ. അപ്പോൾ അത് ആ സെൻറ്ററിൽ ആ ഒരു പ്രത്യേകിച്ച് 1 2 ബാംഗിൾസ് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു പ്രത്യേക ഭംഗി കിട്ടും. അപ്പോൾ അതും ഇതുപോലെ ഒരു 4 ബാംഗിൾ കൊടുക്കുക. ഓക്കെ, നല്ല ഭംഗിയല്ലേ? വളരെ സിമ്പിളായിരുന്നു, നല്ല ഭംഗിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.